Hi friends, welcome to Danny Martin Associates. ഞാൻ ഇന്നലെ പറഞ്ഞ തുടർച്ച, അതായത് നിങ്ങൾ ആർക്കിടെക്റ്റിനെ കണ്ടു. ഇനി അടുത്ത ശ്രദ്ധിക്കുക, ബജറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു. ഈ ബജറ്റ് എങ്ങനെയാണ് തീരുമാനിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്നത്തെ വരുമാനത്തിനനുസരിച്ച് മാത്രമേ ബജറ്റ് തീരുമാനിക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ഫണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ആദ്യം സമ്മാനം കിട്ടുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടുന്നുള്ള ധാരണയിൽ ഒരു കാരണവശാലും ആ ബജറ്റ് ഇടരുത്. ബജറ്റ് ഇടുന്ന ഇന്നത്തെ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ബജറ്റ് ഇടാവൂ. പ്രത്യേകം പിന്നെ അടുത്ത ശ്രദ്ധിക്കുക, ഒരിക്കലും നിങ്ങൾ വീട് വെക്കുന്നത് നാട്ടുകാരെ കാണിക്കാനല്ല, ബന്ധുക്കളെ കാണിക്കാനല്ല, നിങ്ങളുടെ ആവശ്യം വേണ്ടിയിട്ടാണ്. അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ അഗൈൻ പറയുന്നു, ഞാൻ കുറേ അധികം കണ്ടിട്ടുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട് നിങ്ങളുടെ സ്വപ്നഭവനമാണെന്ന് പ്രത്യേകം ഓർക്കുക. ഒരിക്കലും നാട്ടുകാരെ കാണിക്കാനായിട്ട് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ബജറ്റിനപ്പുറം പോകും. പിന്നെ അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ എഞ്ചിനീയറെ നിങ്ങൾ കൺസൾട്ട് ചെയ്തു. അദ്ദേഹം നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ ബജറ്റിലുള്ള സുന്ദരമായിട്ടുള്ളൊരു ഭവനം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരും. ആ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കാര്യം അദ്ദേഹം ഓരോ കാര്യത്തിനും എത്രത്തോളം കോസ്റ്റ് ആണെന്നുള്ളത് കൃത്യമായിട്ട് അതിന് അപ്രോക്സിമേറ്റ് അതായത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൗണ്ടേഷൻ ചെയ്യുന്നത് മുതൽ, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ പൊങ്ങുന്നത് മുതൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്ററിങ്, അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ ബോർഡ്, ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ അദ്ദേഹത്തിന് തരാൻ പറ്റും. പിന്നെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു വർഷത്തിന് ശേഷമോ 2 വർഷത്തിന് ശേഷമോ 3 വർഷത്തിന് ശേഷമോ ആയിരിക്കും നിങ്ങൾ വീട് പണിയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ 1 വർഷത്തിന് ശേഷമാണ് 2 വർഷത്തിന് ശേഷമാണ് ഇന്ന് തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സ്പെൻസിൽ നിന്ന്, ഇപ്പോഴത്തെ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു ഫണ്ട് നിർബന്ധമായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ഫൈനാൻഷ്യൽ കൺസൾട്ടൻസ് ഉണ്ട്, നല്ല ആൾക്കാരുണ്ട്. അവരിലൊരാളെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പറ്റിയ ഒരു പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിലേക്ക് നിങ്ങൾ ഫണ്ട് നിശ്ചിത എമൗണ്ട് മാറ്റിയിടുക. അതിനുള്ള ഗുണം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഈ വീട് പണിയുന്ന സമയത്ത് നിങ്ങൾക്ക് ലോൺ എടുക്കുന്ന കണ്ടമാനം കുറയ്ക്കാൻ പറ്റും. 2, നിങ്ങൾ ഇപ്പം ഈ രീതിയിൽ സേവ് ചെയ്ത് പോകുമ്പം വീട് പണി കഴിഞ്ഞ ശേഷം നിങ്ങൾ റീപേയ്മെൻറ്റ് നടത്തുമ്പോൾ, ലോൺ റീപേയ്മെൻറ്റ് നടത്തുമ്പം നിങ്ങൾക്ക് ഇപ്പോഴത്തെ അന്നേരം നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾ കുറേശ്ശെ മാറ്റിയിടുന്നതുകൊണ്ട് അന്നേരം നിങ്ങൾക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ തന്നെ നിങ്ങൾ ചുരുക്കാൻ പഠിക്കും. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഓർക്കുക. ഒരു ഫണ്ട് നിശ്ചിത എമൗണ്ട് നിങ്ങളുടെ വീട് പണിയുടെ ബഡ്ജറ്റിലേക്ക് മാറ്റിയിടുക. നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പം നിങ്ങൾക്ക് ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാമുണ്ട്, യൂട്യൂബുണ്ട്, ഫേസ്ബുക്കുണ്ട്. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഈ വീട് പണിയുന്നവരോ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരോ ആർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.